കൊണ്ട് സായുധമായി സംഘടിക്കുന്നത് കൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വസ്തുതാപരമായ കാര്യം. അത്തരമൊരു ആത്മഹത്യക്ക് റസൂലുള്ള ഒരിക്കലും കൂട്ടുനിൽക്കില്ല എന്ന് പ്രവാചകന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. സുഹൃത്ത് പറഞ്ഞ അതേ അവസരങ്ങൾ, ഇതിനേക്കാൾ വലിയ പീഡനത്തിന്റെ കാലം പ്രവാചകന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയി. തീർച്ചയായും ആ പീഡനങ്ങളുടെ കാലത്ത് റസൂലുള്ളക്ക് മക്കയിൽ നിന്ന് ഒരു പടയാളികൾക്ക് ഒരു പടക്ക് അവസരമില്ലാത്തത് കൊണ്ടല്ല, നേതൃത്വമില്ലാത്തത് കൊണ്ടുമല്ല. രണ്ടാം അഖബ ഉടമ്പടി കഴിഞ്ഞ സമയത്ത്, ആ സമയത്ത് മിനയിൽ വെച്ച് രണ്ടാം അഖബ ഉടമ്പടി കഴിഞ്ഞപ്പോ മക്ക മുശ്രിക്കുകൾക്കിടയിൽ ഈ ഉടമ്പടിയെക്കുറിച്ചുള്ള വാർത്ത പരക്കുകയും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ അബ്ബാസ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു, മദീനയിൽ നിന്ന് വന്ന അൻസാരികളിൽപ്പെട്ട അബ്ബാസ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, ഞാൻ ഈ വാളുകൊണ്ടൊന്ന് മദീനയുടെ മുകളിലൂടെ ചുഴറ്റി വരട്ടെ, എന്നിട്ട് ഈ പ്രശ്നം തീർക്കട്ടെ എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? സമയമായിട്ടില്ല, എനിക്കതിന് അനുവാദം നൽകപ്പെട്ടിട്ടില്ല എന്നാണ്. അതാണ് റസൂലുള്ളയുടെ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം. ഇത് കേവലമായ എന്തെങ്കിലും വിരോധത്തിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ കാണേണ്ടത്. മറിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ആത്മഹത്യാ മുനമ്പുകളിൽ കൊണ്ടുപോയി ഫാഷിസ്റ്റുകൾക്ക് നശിപ്പിക്കുവാനും ഫാഷിസ്റ്റ് വൽക്കരിക്കപ്പെട്ട സേനക്ക് വേട്ടയാടുവാനും തക്ക രൂപത്തിൽ സമുദായത്തെ ഒരുക്കിക്കൊടുക്കണമോ, അതല്ല അവരെ ബുദ്ധിപരമായി നയിക്കണമോ എന്നുള്ളതാണ് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വം നേരിടേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം. അവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഇന്ത്യ രാജ്യത്ത് ഇന്നും ഇന്നലെയും മാത്രമല്ല വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയിൽ മുൻപും വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മീററ്റും ഭീവണ്ടിയും ജാംഷഡ്പൂരും അലീഗറുമെല്ലാം നമുക്കറിയാവുന്ന സ്വാതന്ത്ര്യത്തിന് ശേഷമുണ്ടായ വർഗീയ കലാപങ്ങളാണ്. നിങ്ങളറിയുക, 1925 രാഷ്ട്രീയ സ്വയം സേവക് സംഘമെന്ന പ്രസ്ഥാനം ഉടലെടുത്ത ഏകദേശം അതേ വർഷം തന്നെ രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ ശാഖ കേരളത്തിൽ രൂപമെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അന്നു മുതൽ 1980-കൾ വരെ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെപ്പോലെ മതനിരപേക്ഷതയെ, ജനാധിപത്യത്തെ, ഭരണഘടനയെ തങ്ങളുടെ സാമൂഹ്യ പുരോഗതിക്കു വേണ്ടി മുസ്ലിങ്ങൾ ഉപയോഗിച്ച മറ്റൊരു രാജ്യവും മറ്റൊരു സംസ്ഥാനവുമില്ല എന്നുള്ളതാണ് സത്യം. കേരളത്തിലെ മുസ്ലിങ്ങൾ അവരുടെ മതപരവും സാമൂഹികവുമായ ഉയർച്ചയ്ക്കു വേണ്ടി നിയതമായ മാർഗങ്ങൾ ഉപയോഗിച്ച് പരിശ്രമിച്ചു. അതുകൊണ്ട് കേരള മുസ്ലിങ്ങൾക്ക് അഭിമാനകരമായ ഒരു അസ്തിത്വമുണ്ടായി. എന്നാൽ അങ്ങനെയെല്ലാം ഉണ്ടായിട്ടും 1980-കൾ വരെ കേരളത്തിലെ ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്തേക്ക് പോലും ഇന്ത്യ രാജ്യം മുഴുവനും ചുഴറ്റിയെറിഞ്ഞ് ബാബരി മസ്ജിദിന്റെ പേരിൽ ഫാഷിസ്റ്റ് വൽക്കരിക്കപ്പെട്ട ഗവൺമെന്റ് കടന്നു വന്നപ്പോഴും കേരള സംസ്ഥാനത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനം പോലും അവർക്കൊന്നും ലഭിച്ചില്ല എന്നത് സത്യം. എന്നാൽ 1980-കൾക്ക് ശേഷം ഇവിടെയുള്ള ചില ആളുകൾ ഭീകരവാദപരമായ സംസാരവും സംഘാടനവും ആരംഭിച്ചപ്പോ അത് ചൂണ്ടിക്കാണിച്ച് കേരളത്തിലെ ഫാഷിസ്റ്റുകൾക്ക് വളരുവാനും പാവപ്പെട്ട ഹിന്ദുക്കളെ, മതനിരപേക്ഷവാദികളായ ഹിന്ദുക്കളെ ഹൈന്ദവവൽക്കരിക്കുവാനും മാത്രമേ അവ നിമിത്തമായിട്ടുള്ളൂ എന്നുള്ളത് അനുഭവ പാഠപാട്. അതുകൊണ്ട് തന്നെ അത് നമ്മൾക്ക് അനുഭവങ്ങൾ നൽകുന്ന പാഠം. പക്ഷേ വസ്തുതാപരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പരിശോധിച്ചാൽ ഒരു ഗവൺമെന്റിന് നേതൃത്വമില്ലാതെ ഒരു സമരം ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അങ്ങനെ അനുവദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. കേരളത്തിൽ തന്നെ എല്ലാ ഗ്രൂപ്പുകളും ആയുധമെടുക്കുവാൻ ആരംഭിച്ചു എന്ന് വിചാരിക്കുക. എന്തായിരിക്കും അവസ്ഥ? ഓരോ ഗ്രൂപ്പുകൾക്കും മറ്റേ ഗ്രൂപ്പുകൾക്ക് തകരാറുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഈ സായുധ സമരം സ്വാഭാവികമായി പരസ്പരമുള്ള യുദ്ധമായി തീരുകയും അത് സമൂഹത്തിന്റെ, മുസ്ലിം സമുദായത്തിന്റെ തന്നെ നാശത്തിന് നിമിത്തമാവുകയും ചെയ്യും എന്നുള്ളതാണ് സത്യം. ഒരിക്കലും റസൂലുള്ളയുടെ ചരിത്രത്തിൽ ഇത്തരമൊരു ആത്മഹത്യക്ക് ആഹ്വാനം ചെയ്തത് നമുക്ക് കാണാൻ സാധ്യമല്ല. ചുരുക്കത്തിൽ ഹിജ്റ അപ്രായോഗികമായതുപോലെ തന്നെ അപ്രായോഗികമാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ബഹുഭൂരിപക്ഷ സമൂഹത്തിനെതിരെ ഉള്ള സായുധമായ ഒരു കടന്നുകയറ്റം എന്നുള്ളത്, സായുധമായ ഒരു സംഘാടനം എന്നുള്ളത്. അത് അപകടകരമായ ആത്മഹത്യയിലേക്ക് മാത്രമേ സമുദായത്തെ നയിക്കൂ. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി അത് അനുവദിക്കാത്തത് എന്ന് നാം തിരിച്ചറിയുക.
എല്ലാവിധ സംഘാടന ശക്തിയോടും ആയുധശക്തിയോടും കൂടിയ ഒരു ഭൂരിപക്ഷ സമുദായത്തിനു നേർക്ക്, അതല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷ വിഭാഗത്തിനു നേർക്ക് തുച്ഛം ചില ആദർശത്തിൽ അടിയുറച്ച ആളുകളെ അണിനിരത്തുക ആത്മഹത്യപരമാണെങ്കിൽ ബദർ ഏറ്റവും വലിയ ആത്മഹത്യ എന്ന് തന്നെ പറയേണ്ടി വരില്ലേ? കാരണം ബദറിനെ കുറിച്ച് സാഹിബ് പറഞ്ഞതുപോലെ ആദർശത്തിൽ അടിയുറച്ച ആളുകളുടെ യുദ്ധം എന്ന് പറഞ്ഞു. പക്ഷേ സ്വാഭാവികമായും ബദർ യുദ്ധം നടന്ന സമയത്ത് ഇസ്ലാമിക ആദർശവൽക്കരണം പൂർണ്ണമായ രൂപത്തിലായിട്ടുണ്ടായിരുന്നില്ല. വളരെ നിസ്സാരപരമായ നിയമ നിർമ്മാണങ്ങൾ മാത്രമേ ഇസ്ലാമിലെ വ്യക്തിജീവിതത്തിൽ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. നോമ്പ് പോലും ബദറിന്റെ സമയത്തായിരുന്നു നിർബന്ധമാക്കപ്പെട്ടത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ അർത്ഥത്തിലുള്ള ആത്മഹത്യ നിലപാടാവുക എന്ന് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അതുപോലെ ഒരു ഭരണകൂടത്തിനെതിരെ, അവരുടെ നിയമ നിർമ്മാണങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നത് അനിസ്ലാമികമാവുകയില്ലേ? സഹോദരൻ മുൻപ് പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് വിശകലനം ചെയ്തു നോക്കിയാൽ. ഒരു പുതിയ പ്രചാരണമാണ് എന്റെ സഹോദരൻ ഒരല്പകാലമായി ഇത്തരം ആളുകൾക്ക് ക്ലാസുകളിൽ നിന്ന് കിട്ടുന്ന ഒരു പുതിയ പ്രചാരണമാണ് സഹോദരൻ ഇപ്പോ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത്. അത് വേറൊന്നുമല്ല, ബദർ ഉണ്ടാകുമ്പോൾ ഇസ്ലാമിന്റെ സാമൂഹ്യവൽക്കരണം പൂർണ്ണമായിട്ടില്ല. ഒരു പച്ചക്കള്ളം എന്ന് മാത്രമേ അതിനെക്കുറിച്ച് ഇസ്ലാമിക ചരിത്രം അറിയാവുന്നവർക്ക് പറയാൻ കഴിയും. ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം പൂർണ്ണമായിട്ടുണ്ട് ബദർ കഴിയുമ്പോൾ. ബദറിന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ജൂതന്മാരടക്കമുള്ള പ്രജകളുള്ള ഒരു രാജ്യമായി മദീന മാറിയിട്ടുണ്ട്. നോമ്പ് നിർബന്ധമായോ നമസ്കാരം നിർബന്ധമായോ ഹജ്ജ് നിർബന്ധമായോ എന്നുള്ളതല്ല പ്രശ്നം. കർമ്മങ്ങൾ നിർബന്ധമാകുന്നുവോ എന്നതല്ല പ്രശ്നം. മറിച്ച് നിയതമായ ഒരു രാഷ്ട്രഘടനയുടെ, നിയതം എന്ന് പറഞ്ഞാൽ നിയമപരമായി സ്ഥാപിക്കപ്പെട്ട ഒരു രാഷ്ട്രഘടനയുടെ നേതാവായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറിയിട്ടുണ്ട്. ആ രാജ്യത്ത് ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്, അതിന് കഴിയും. അത്തരം ഒരു സമൂഹത്തെയാണ് റസൂലുള്ള ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും ബദറിലേക്ക് നയിച്ചത്. ബദറിൽ ആത്മഹത്യയല്ല, ബദർ നടക്കുന്ന പ്രദേശമോ അതല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന സ്ഥലമോ ഒരു അമുസ്ലിം രാജ്യമല്ല. ആ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ ആ രാജ്യത്തിനെതിരെ നടത്തിയ സമരമല്ല അത്. മറിച്ച് മറ്റൊരു രാജ്യത്തിൽ നിന്ന് വന്നയാളുകൾ, സ്വന്തം രാഷ്ട്രത്തെ നശിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്നയാളുകൾ, അവർക്കെതിരെ ആ രാഷ്ട്രഘടന നടത്തിയ സമരമാണത്. അവിടെയാണ് ബദറിൽ എണ്ണം കുറവാകാം, എണ്ണം കൂടുതൽ ആയ സമയത്തും മുസ്ലിങ്ങൾക്ക് പരാജയം ഉണ്ടായിട്ടുണ്ട്, കുറവായപ്പോഴും പരാജയം ഉണ്ടായിട്ടുണ്ട്, വിജയം ഉണ്ടായിട്ടുണ്ട്. ബദറിന് ശേഷം ഉഹുദാണ്, ഉഹുദിൽ പരാജയമാണ് ഉണ്ടായത്. അതിൽ നിന്ന് നമ്മൾ പാഠവും പഠിക്കണം, അത് നമ്മൾ അറിയണം. അതുകൊണ്ട് ഉഹുദിൽ പരാജയം പേടിച്ചുകൊണ്ട് നിൽക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് ആളുകളുടെ എണ്ണമല്ല, പ്രവാചകൻ പഠിപ്പിച്ച പാതയാണ് നമ്മൾ പിന്തുടരുന്നത് എന്നതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം രാഷ്ട്രഘടനയുടെ, സ്വന്തം രാജ്യത്തെ സ്വന്തം പടയാളികൾക്ക് മുകളിലെങ്കിലും സ്വന്തം അനുയായികൾക്ക് മുകളിൽ തന്റെ നിയമങ്ങൾ നടപ്പാക്കുവാൻ അവകാശമുള്ള സമയത്തിന് ശേഷമേ യുദ്ധം നടത്തിയിട്ടുള്ളൂ എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. അത് ഇസ്ലാമിക ചരിത്രം സാക്ഷീകരിക്കുന്നു എന്നത് സത്യം. ഒരു രാജ്യത്തെ നിയമം മാറ്റുന്നതിന് വേണ്ടി ആ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് അത്തരം ഇസ്ലാം വിരുദ്ധമായ നിയമമുണ്ടെങ്കിൽ അതിനെതിരെ നിയമപരമായ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തണം, അല്ലെങ്കിൽ ആ നിയമലംഘനം നടത്തണം. അതല്ലാതെ സായുധമായി പോരാടാൻ അവിടെയും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഇന്ത്യയിൽ ഒരു ഇസ്ലാം വിരുദ്ധമായ നിയമമുണ്ടാകുന്നു എന്ന് വിചാരിക്കുക, ഒരിക്കലും മുസ്ലിങ്ങൾക്ക് അനുഷ്ഠിക്കാൻ അംഗീകരിക്കാൻ സാധ്യമല്ലാത്ത നിയമം, ആ നിയമമുണ്ടെങ്കിൽ ആ നിയമം മാറ്റാൻ വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ നിയമപരമായ മാർഗങ്ങൾ ഉപയോഗിക്കണം. അത് പരാജയപ്പെടുകയും ആ നിയമം അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ നിയമം ലംഘിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതല്ലാതെ അവിടെ ഒരു സായുധ സമരം നടത്തി ആ നിയമം മാറ്റുക എന്നത് ഇസ്ലാം